ദേവി അമ്മേ രക്ഷിക്കണേ. എന്തു പറഞ്ഞു ദേവി? ജോലി ശരിയാക്കി തരൂ. നിനക്ക് ഇതൊക്കെ ഒരു തമാശയാ. എനിക്കൊരു ജോലി ശരിയായില്ലെങ്കിൽ വീട്ടിലെ കാര്യം ആകെ വഷളാവും. ഇന്ന് പുലർച്ചയ്ക്ക് 3 മണിക്ക് വന്നിരുന്നു അച്ഛൻ കാശ് കൊടുക്കാനുള്ള കുറെ പേര്. നിനക്ക് വിനായകനോട് ചോദിച്ചൂടെ കുറച്ച് പൈസ? അയാൾ തരും, ഉറപ്പാ. അതൊന്നും അച്ഛൻ ഇഷ്ടാവില്ല. നിനക്കറിയാവുന്നല്ല അവരുടെ സ്നേഹം, കീരിയും പാമ്പിനെയും പോലെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു അമ്പലത്തില് തൊഴാൻ വന്നതായിരിക്കും അല്ലേ? പിന്നല്ലാതെ. അല്ല, ഹരി എന്നും തൊഴാൻ വരാറുണ്ടോ? പിന്നെ ഞാനെന്നും വരും. പക്ഷേ അമ്പലത്തിൽ കേറാറില്ലെന്ന് മാത്രം. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ ഇവിടെ വരെ വന്നിട്ട് ഒളിഞ്ഞു എന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. എന്തു ഇതെന്റെ ഫ്രണ്ട് ശ്രീകാന്ത്. ഹലോ. വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ട് വിടായിരുന്നു. എന്നു മുതലാ ഹരിയുടെ വണ്ടി ടാക്സി ആയത്? അയ്യോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാരെയും കേട്ടാറില്ല. പിന്നെ മാനസികമായിട്ട് നമുക്ക് അടുപ്പമുള്ള നീ എന്താ ഇവിടെ? അത് ഈ അമ്പലത്തില് തൊഴാൻ വേണ്ടി. നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കുന്ന പോലെ ഇവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്ന നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. എനക്കറിയാലോ വിനായകനെ. നമ്മളാരാണോ? ഇവന് കൂട്ടുവന്നതാ. നീ ഒന്നടി. നീ എന്താ കൂടെ? അമ്പലത്തിൽ തൊഴാൻ വന്നതാ. പ്രസാദം. അതെനിക്ക് മനസ്സിലായി. കണ്ണി കണ്ട മണകുണാച്ചന്മാരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വീട്ടിൽ പോടി. ഇങ്ങനൊരു സാധനം. വണ്ടി ഹലോ ഹരി, ഒന്നും പറ്റില്ല. ആരും കണ്ടില്ല കേട്ടോ. നാണക്കേടായാലോ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ പേടിക്കണ്ട, ഇവനിട്ട് വെറും പണി കൊടുത്താ പോരാ, 8ന്റെ പണി കൊടുക്കണം. ഏതവനടാ? എങ്ങടാ വിനായകൻ? തവക്കള ഷാജി വന്നിരിക്കുന്നു പറയടാ. തവക്കള ഷാജി വന്നിരിക്കുന്നു. പോയി പറയടാ വിനായകനോട്. ഞാൻ അവനെ വെല്ലുവിളിക്കുന്നുണ്ട്. പോയി പറയടാ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് എന്റെ മോൻ കേക്കണം. നിനക്കിപ്പോ കേതുവിന്റെ അപഹാരാന്നാ കിഴക്കേ മഠം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഈ കല്യാണം നടത്തണ്ടേടാ. അതൊന്നും നടക്കുമെന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല. പണ്ട് പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ അവൾ ഉൾപ്പെടെ എല്ലാരും മറന്നു. അതിനെപ്പറ്റി ആലോചിച്ച് നീ തല പൊണ്ണാക്കണ്ട. ഞാൻ അവളോട് സംസാരിക്കാം. ദൈവത്തെ ഓർത്ത് അതുവരെ നീ ഒരു കുഴപ്പത്തിനും പോവാതിരുന്നാ മതി. കുറേ വഴിപാടുകൾ ചെയ്ത് തീർക്കാനുണ്ട്. മോൻ എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം. ഞാനൊന്നും വരത്തില്ല, അമ്മ പോയാ മതി. വാ തുറന്ന ദൈവം നിന്നേ പറയൂ, പിന്നെ എങ്ങനെ നന്നാവാനാ? നിന്റെ കല്യാണം നടന്നു തന്നെ. വെറുതെ സമയം കളഞ്ഞു. കേതുവിന്റെ അപഹാരല്ലേ, എങ്ങനെ പറഞ്ഞാ കേക്കുന്ന? വണ്ടി എടറാ. വിനായക, എടാ വിനായക, നിക്കാൻ.
ഈശ്വര, ഇതിന് എന്തിനുള്ള പുറപ്പാടാണാവോ? ശക്തി എവിടെയില്ലല്ലോ. വിനായകൻ ഒരു പറക്കുന്ന കണ്ട ഒരിഞ്ഞടി നടക്കും ഉറപ്പാ. വിനായക വിടരുതാണ്. ഇവൻ വിനായകന് പറ്റിയാനും തന്നെ നമ്മുടെ അമ്മാവന്റെ ഏർപ്പാടാ. അങ്ങേര് പൊള്ളാച്ചില്ല. നമ്മൾ തല്ലിയാല കേസ്, ഇവൻ തല്ലിയ കേസില്ല. വിനായകന്റെ മേരുന്നു ശക്തിയൊട്ട് ഇടപെടത്തുമില്ല. എങ്ങനെ ഇവൻ വലിയ നേടുവോ? പിന്നെ അല്ല എന്ത് ഒന്ന് മാറി അമ്മാവന്റെ ഒരു ഏർപ്പാട്. നന്ദിയുണ്ട്, ഇങ്ങനൊരു ദിവസം എനിക്ക് തന്നെ. സുജയ, വാ, നമുക്ക് പോവാം. ഈ കട്ടയൊക്കെ ഇവിടെ നിർത്ത് മാറ്റിക്കോ. അവൻ കണ്ട ഇനി അത് മതി. ശരിമാ. എന്നിട്ട് ബാക്കി പറ. എന്റെ സുബമ്മേ, ഇടിയെന്ന് പറഞ്ഞ പൊരിഞ്ഞിടിയാ. അവസാനം നിലത്ത് കിടക്കണ തവക്കള ഷാജിയുടെ നെഞ്ചത്തെ ദാ ഇതുപോലൊരു ചവിട്ടി ചവിട്ടിയിട്ട് സിനിമ കാണും പോലെ ഒരൊറ്റ ഡയലോഗാ. എന്തോ ഡയലോഗാ കുഞ്ഞെ? പറമുള്ള കേക്കട്ടെ. പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് വായും പൊളിച്ച് വന്ന് നിൽക്കരുതെന്ന് ശശിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 13 പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ ഞാൻ ഇവനോട് 14 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കരുത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? ഇങ്ങനെ തുമ്പിക്കൈ നീട്ടിക്കൊണ്ട്. അങ്ങനെ ഏവൻ വന്നമ്മേ, അതിന്റെ പുറമെ ഞാൻ അറിയാതെ വന്ന് പോയത്. അപ്പൊ ഞാനാണോ തെറ്റുകാരൻ, എവനാണോ തെറ്റുകാരൻ? അമ്മ പറ. ഞാൻ പോകുന്നു, ഇനി നിന്റെ കൂടെ ഞാനില്ല. അഷളൻ. ആ, മോള് പറ. കേട്ടോ സുബമ്മേ, കൊറേ ആൾക്കാര് വന്ന് കൊച്ചേട്ടനെ വാരിയെടുത്തോണ്ട് ഒരൊറ്റ നടപ്പാ. കണ്ടു നിന്നവരെല്ലാരും കൈയടിച്ചു, ഞാനും. നിനക്ക് ഈ അടിയിടിയൊക്കെ അത്രയ്ക്ക് ഇഷ്ടാ? പിന്നെ ആണുങ്ങളായ കുറച്ചൊക്കെ തെമ്മാടിത്തരം വേണ്ട എന്റെ സുബമ്മേ. എന്റെ ഇന്ദു, നിനക്ക് ഈ തല്ലും ബഹളമൊക്കെ ഇഷ്ടമാണെന്ന് അവൻ അറിഞ്ഞ ഈ ഭൂമി മലയാളം കീഴ്മേൽ മറിക്കും. അല്ലെങ്കിൽ തന്നെ അവനെ ഓർത്ത് തീ തിന്നാത്ത ഒരു ദിവസമല്ല.
അതുകൊണ്ട് മോള് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്നാ സുബമ്മ പറയൂ. ഇന്ന് തല്ലുണ്ടാക്കിയതിന് നീ അവനെ വഴക്കു പറയണം. നിനക്കതൊന്നും ഇഷ്ടല്ലാന്ന് നീ പറഞ്ഞ അവൻ കേക്കും. ശരി, സമ്മതിച്ചു. പോരെ? ദേ അവൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ അകത്തേക്ക് പോവാ. ശരി. ശശി എടാ, എന്തോ കാര്യം എന്തോടെ? നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. കഴിഞ്ഞോ ഇന്നത്തെ തല്ലും ബഹളമൊക്കെ? ആ, ഇന്നത്തെ കഴിഞ്ഞു. നാണുണ്ടോ വിനായകേട്ടന് ഇങ്ങനെ കവലെ കടന്ന് അടിയുണ്ടാക്കാൻ? ഒരുമാതിരി ചട്ടമ്പികളെ പോലെ. കഷ്ടം. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, ആരെ കാണിക്കാനാ ഈ വേഷം കെട്ടൊക്കെ? ഒരു കുട്ടിയും കോലും. നിർത്തടി. അധികം കയറി അങ്ങ് ഭരിച്ചു കളയരുതേ. അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷെ ഇനി മേലെ ഇന്തൊക്കെ എന്തൊന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്.